തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 2025 മെയ് മാസത്തോടെ യാഥാർത്ഥ്യമാക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. 6 ഘട്ടങ്ങളിലായി തുടരുന്ന നിർമ്മാണ പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുവാനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി എ.കെ. ശശീന്ദ്രനും മന്ത്രി കെ. രാജനും. 2025 മെയ് മാസത്തോടെ എല്ലാ പക്ഷിമൃഗാദികളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും. പാർക്ക് അതിൻ്റെ സകല സംവിധാനങ്ങളോടെയുമാകും പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുക. ടൂറിസ്റ്റ് വില്ലേജായി പാർക്ക് സ്ഥിതി ചെയ്യുന്ന തൃശൂർ പുത്തൂരിനെ മാറ്റുമെന്നും നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചതായും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. നമുക്ക് 2025 മാർച്ചോടുകൂടി ബാക്കിയുള്ള എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നോഡൽ ഓഫീസർ ഇപ്പോൾ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൗണ്ട് ഡൗൺ. അനാവശ്യമായ ധൃതിയിൽ പാർക്കിന്റെ പ്രവർത്തനം നടത്താനല്ല ഉദ്ദേശിക്കുന്നതെന്നും പരമാവധി സോളാറിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാർക്കായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ മാറ്റുമെന്നും മന്ത്രി കെ. രാജൻ പറഞ്ഞു. പരമാവധി സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കായി ഇതിനെ മാറ്റണം എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാകുന്നതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കായി പുത്തൂർ മാറും. മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല എന്ന പ്രത്യേകതയും പുത്തൂരിനുണ്ട്. 350 ഏക്കറിൽ 300 കോടി രൂപ ചെലവഴിച്ചാണ് പാർക്ക് സജ്ജീകരിക്കുന്നത്. കേരളത്തിന്റെ വിനോദസഞ്ചാര രംഗത്തെ കുതിപ്പിന് പുത്തൻ കരുത്തായി പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. അമൃത ന്യൂസ്, തൃശൂർ.